ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ കുറച്ച് വെജിറ്റബിൾ വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയൊരു മെഷീൻ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ചോപ്പർ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ലൈവായിട്ട് തന്നെ ഡയറക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു അർബാന ഫുള്ള് ഉണ്ട് കേട്ടോ വേസ്റ്റ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, കടയിൽ നിന്ന് കിട്ടിയത് പാടെ തന്നെ കൂടുതൽ സ്മെല്ല് വരുന്നതിന് മുമ്പ് നമ്മളൊന്നൊന്ന് കഴുകി ഒന്ന് ഫ്രഷപ്പ് ആക്കുകയാണ് മാക്സിമം. അതൊക്കെ ആക്കിയിട്ട് നമ്മൾ അർബാനയിൽ കൊടുന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കത് 1 ബൈ 1 ആയിട്ട് നമുക്ക് നമ്മുടെ മെഷീനിൽ എത്രത്തോളം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിരുന്നു. നിങ്ങളെ മെഷീൻ എങ്ങനെയാണ് വർക്കിങ്, ഒരുപാട് അത് വേസ്റ്റ് അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലൊന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് എന്താ പറയുക, വേസ്റ്റ് കംപ്ലീറ്റ് ഉള്ളി, അതേപോലെ തന്നെ നാരങ്ങ ഉണ്ട്, കക്കരിക്ക ഉണ്ട്, കേബേജിൻ്റെ വേസ്റ്റ് ഉണ്ട്, ഉരുളൻകിഴങ്ങ്, അങ്ങനെയുള്ള കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനിലിട്ടിട്ട് അരിഞ്ഞ് പ്രോപ്പറായിട്ട് അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോഴികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കാരണവശാലും മെഷീൻ യൂസ് ചെയ്യുന്നവർ ഈ ബ്ലേഡിൻ്റെ ഇതിൽക്ക് കൈയിടാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എപ്പോഴും സ്വിച്ചിൽ ബോർഡുമെന്ന് വിടുത്തിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ എർത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോട്ടറുമെന്ന് ഡയറക്റ്റാണ് ബ്ലേഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിടുന്ന വേസ്റ്റിൽ ചിലപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവാം, വെജിറ്റബിൾ അല്ലേ. അപ്പോൾ അങ്ങനെ എർത്തടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം ഞാനിവിടെ ഇടുന്നത് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ പൊട്ടാറ്റോ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുക്കുംബർ, അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റുകൾ ഞാനിതിൽ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഓക്കെ, ബ്ലേഡൊക്കെ നല്ല സ്ട്രോങ് ആണ്, ചോപ്പറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴിക്ക് ഇട്ട് കൊടുക്കുന്ന തീറ്റയിൽ നമുക്ക് കലർത്തിയിട്ടൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് കോഴിക്ക് പെരുന്നാളാവും. അപ്പോൾ നമ്മളൊരു ബക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് അരിഞ്ഞ് കിട്ടും, എല്ലാം അടിപൊളിയായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലൗസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലേഡുമ്പോൾ നിങ്ങൾ കൈയൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ മുറിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര അധികം നന്നായിട്ട് വേസ്റ്റ് കിട്ടുന്ന കണ്ടില്ലേ. ഈ വേസ്റ്റ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാണ്, നിങ്ങൾക്ക് മുമ്പിൽ ലൈവായിട്ടാണ് കാണിച്ചു തരുന്നത്. എപ്പോഴും ഞാൻ ബോർഡുമെന്ന് വിടുത്തിട്ടിട്ടാണ് ഞാൻ ഈ സംഭവം യൂസ്ഫുൾ ആക്കുന്നത് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇതിലിങ്ങനെ എടുത്ത് വീണ്ടും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പയറ് കാര്യങ്ങൾ എല്ലാം ഇടുന്നുണ്ട്. വീഡിയോ ഒരു എഡിറ്റിംഗ് കൂടാതെയാണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത്. നമ്മൾ പവർ ഓഫ് ചെയ്യുന്നു, ഡയറക്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതിന് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനുള്ള കൂലിയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഒരു 150 കോഴിയൊക്കെ ഉള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഇങ്ങനെ വേസ്റ്റ്. അതല്ല, അതിനെക്കാട്ടി കൂടുതൽ കോഴിയുള്ളവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ സാധനം ഓർഡർ ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു 100-150 കോഴികൾക്കുള്ളവർക്കൊക്കെയാണ് പർപ്പസിനാണ് നമ്മളിത് സെറ്റ് ചെയ്യണത്. ഓക്കെ, അല്ലാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-35,000 റുപ്യ 40,000 റുപ്യയുടെ നല്ല അടിപൊളി മെഷീൻ വലുത് വാങ്ങുക, എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും ഒന്നും കൂടി നിങ്ങൾക്ക് ബെറ്റർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് അത് വലിയ വെയിറ്റ് ഒന്നുമില്ല, അങ്ങനെ 6 കിലോനേ വരുന്നുള്ളൂ. ഈ ബക്കറ്റ് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കൊട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിനി ഇത് എടുത്തിട്ട് കോഴികൾക്ക് തിന്നാനേ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ആയതിന് ശേഷം നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് അതിൽ നിന്നാണ് കേട്ടോ നമ്മളതൊന്നും കൂടി കുഴച്ച് മറിച്ചതിൻ്റെ ശേഷം മാത്രമാണ് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ കാണാം, കണ്ടോ, ഇത്ര അധികം നിങ്ങൾക്ക് ഒരു ബക്കറ്റ്, ഒരു അർബാനിന് നമുക്കൊരു ബക്കറ്റ് അല്ല, ഞാൻ ഇത്ര അധികം ഉണ്ടായിട്ട് 2 ബക്കറ്റോളം നമുക്കിത് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ച് മറിക്കുന്നുണ്ട്, എന്നിട്ടാണ് കോഴിക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി മിക്സ്ഡാണ്. നിങ്ങളൊക്കെ ഫുഡ് ഉണ്ടെങ്കിൽ, കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന ഈ ഒരു തട ഉണ്ടല്ലോ, അതിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ട, കോഴികളൊക്കെ ഇത് അടിപൊളിയായിട്ട് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഓടി വരുന്നതാണ്. ഇത്രയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇതിൽ നിന്ന് കൊത്തി തിന്നോളും. ഇത്രയും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ വേറെ എവിടെയും പോകണ്ട. നിങ്ങൾ വെജിറ്റബിൾ വേസ്റ്റൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് നിങ്ങളിതിൽ ഇട്ട് അടിച്ചു കൊടുത്തോളിയ. അത്രയും കോഴിക്ക് എന്താ പറയുക, തീറ്റ ലാഭിക്കാൻ പറ്റും. തീറ്റക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം കൂടുന്തോറും 200 രൂപ വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ അത്രയും കൂടുതലാവുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.